കഥ തുടങ്ങുന്നത് റോസ് വില്ല എന്ന പഴയ ബംഗ്ലാവിലാണ്. 1950കളിൽ പണിത ഈ വീട് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അർജുൻ എന്ന യുവാവ് ഒരു നോവൽ എഴുതാനായി അവിടെ എത്തുന്നു. ബംഗ്ലാവിൻ്റെ വലിയ മരവാതിലുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിൽ ശബ്ദം, പുറത്തു നിർത്താതെ പെയ്യുന്ന നൂൽമഴ അന്തരീക്ഷത്തെ കൂടുതൽ നിഗൂഢമാക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ അർജുന് ചില പ്രത്യേക കാര്യങ്ങൾ അനുഭവപ്പെടുന്നു. രാത്രിയിൽ ആരോ പഴയ ഗ്രാമഫോൺ പ്ലേ ചെയ്യുന്നത് പോലെ സംഗീതം കേൾക്കാം. മുറിയിൽ പെട്ടെന്നൊരു പഴയ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു. ഒരു രാത്രിയിൽ അർജുൻ തൻ്റെ മുറിയിലിരിക്കുമ്പോൾ തൻ്റെ മേശപ്പുറത്തിരുന്ന കാപ്പി ഗ്ലാസ് തനിയെ മാറുന്നത് അവൻ കാണുന്നു. പേടി തോന്നിയെങ്കിലും അവൻ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതായി അവിടെ അനുഭവപ്പെടുന്നു. ഒരു പെൺകുട്ടിയുടെ നേർത്ത ചിരിയുടെ ഒച്ച കാറ്റിലൂടെ ഒഴുകിപ്പോകുന്നു. ഒരു രാത്രിയിൽ വീടിൻ്റെ ബാൽക്കണിയിൽ തൂവെള്ള ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നു. അവൾ ഏതനായിരുന്നു. അവൾ ഒരു ആത്മാവാണെന്ന് മനസ്സിലാക്കാൻ അർജുന് അധിക സമയം വേണ്ടി വന്നില്ല. അവൾ അവനോട് സംസാരിക്കുന്നില്ല, പകരം അവളുടെ വിരലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ വരകൾ തീർക്കുന്നു. ആ വരകൾ വാക്കുകളായി അർജുൻ്റെ മനസ്സിൽ തെളിയുന്നു. അവൾ ആ ബംഗ്ലാവിൻ്റെ മുൻ ഉടമയുടെ മകളായിരുന്നു. തൻ്റെ വിവാഹ നിശ്ചയ ദിവസം മരിച്ചുപോയ ഏതൻ വർഷങ്ങളായി തൻ്റെ പ്രിയപ്പെട്ടവനെ കാത്ത് അവിടെ കഴിയുകയായിരുന്നു.